വചനം തിരുവചനം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒരു നിമിഷം ഈ വചന സന്ദേശത്തിന് ഒരുക്കമായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. നല്ല നിലത്ത് വീണ വിത്ത് ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നു എന്ന് നമ്മുടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയം നല്ല നിലമായി കർത്താവിൻ്റെ വചനം ധാരാളം ഫലം പുറപ്പെടുവിക്കുന്ന നല്ല നിലമാക്കി കർത്താവെ രൂപപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം കർത്താവിനോട് അപേക്ഷിക്കാം. പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. അമ്മേ, ഇന്ന് ഞങ്ങൾ കേൾക്കാൻ പോകുന്ന തിരുവചനം ഞങ്ങളിൽ ധാരാളം ഫലം പുറപ്പെടുവിക്കാൻ അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യാൻ പോകുന്നത് സങ്കീർത്തന പുസ്തകം 44-ാമത്തെ അധ്യായം 25-ഉം 26-ഉം തിരുവചനത്തെ ആസ്പദമാക്കിയാണ്. വചനം ഇങ്ങനെ നമ്മളെ പ്രാർത്ഥിപ്പിക്കുന്നു. വചനം നമ്മെ പ്രാർത്ഥിപ്പിക്കുന്നതാണ് സങ്കീർത്തനം. സങ്കീർത്തനങ്ങളിൽ ഒരു മനുഷ്യൻ്റെ ഹൃദയം ദൈവവചനമായി പുറത്തേക്ക് വരുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ വേദനയുണ്ട്, സങ്കടമുണ്ട്, ദുഃഖമുണ്ട്, സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ കരുണയെ പ്രകീർത്തിച്ചുകൊണ്ട് വാഴ്ത്തിപ്പാടുന്നുണ്ട്. ഇവിടെ ഒരു പ്രാർത്ഥന സങ്കീർത്തകൻ ദൈവവചനമായി നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. ദൈവം കൊണ്ടുവരികയാണ്. ഞങ്ങൾ പൂഴിയോളം താന്നിരിക്കുന്നു, ഞങ്ങളുടെ ശരീരം നിലം പറ്റിയിരിക്കുന്നു. കർത്താവേ, ഉണർന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കാരുണ്യത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കണമേ. അപ്പോൾ ഒരു സങ്കീർത്തകൻ്റെ പ്രാർത്ഥന ദൈവവചനമാക്കാൻ ദൈവം തിരുമനസ്സായി. സഹോദരങ്ങളെ, ആ പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ കേട്ടത്. കർത്താവേ, ഞങ്ങൾ പൂഴിയോളം താന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് എഴുന്നേൽക്കാൻ കഴിവില്ല. പൂഴി പോലെയായി, മരണത്തിന് തുല്യനായി. ഞങ്ങളുടെ ശരീരം നിലം പറ്റിയിരിക്കുന്നു. നമ്മൾ നിലം പറ്റുന്നത് നമ്മളെപ്പോഴാണെന്ന് നമുക്കറിയാം. നമുക്ക് എഴുന്നേൽക്കാൻ പറ്റാത്ത, വേറൊരാളുടെ സഹായമില്ലാതെ എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എൻ്റെ ജീവിതം പോയിരിക്കുന്നു. സങ്കീർത്തകൻ ദൈവത്തിൻ്റെ അടുത്ത് ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിനോട് പറയാം, കർത്താവേ, നീ ഉണർന്ന് സഹായിക്കാൻ വരണമേ, നീ ഉണർന്ന് സഹായിക്കാൻ വരണമേ. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ കർത്താവ് വഞ്ചിയിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് വലിയ തിരമാല അടിച്ച് ശിഷ്യന്മാർ പേടിച്ച്, വഞ്ചി ആടി ഉലഞ്ഞ് പേടിച്ചുകൊണ്ടിരിക്കുന്ന ശിഷ്യന്മാർ ഓളിയിട്ട് പ്രാർത്ഥിച്ചു, കർത്താവ്, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ ഉണർന്ന് ഞങ്ങളെ സഹായിക്കണമേ. ശിഷ്യന്മാർ പ്രാർത്ഥിച്ചതുപോലെ ഈ സങ്കീർത്തകൻ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, നീ ഉണർന്ന് സഹായിക്കാൻ വരണമേ. അങ്ങയുടെ കാരുണ്യത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കണമേ. എൻ്റെ സഹോദരങ്ങളെ, കർത്താവാണ് എല്ലാം നൽകുന്നത്. നമ്മൾ ഇത് ശ്രദ്ധാപൂർവം കേൾക്കണം. എല്ലാം നൽകുന്നവൻ കർത്താവാണ്. നമുക്ക് വായു നൽകുന്നത്, ജോലി നൽകുന്നത്, ആരോഗ്യം നൽകുന്നത്, കുടുംബം നൽകുന്നത്, മക്കളെ നൽകുന്നത്, നമ്മെ വളർത്തുന്നത്, എല്ലാം നൽകുന്നത് കർത്താവാണ്. കർത്താവിൻ്റെ ഉപകരണങ്ങളാണ് മറ്റുള്ള എല്ലാ വ്യക്തികളും, ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും കർത്താവിൻ്റെ കയ്യിലെ ഉപകരണങ്ങളാണ്. കർത്താവാണ് എല്ലാം നൽകുന്നത്. ഒരു ഉപകരണത്തിൻ്റെ നേരെ നോക്കിയിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, മനുഷ്യരുടെ നോക്കിയിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്, മനുഷ്യരുടെ കാലുകളല്ല നമ്മൾ പിടിക്കുന്നത്. നമ്മൾ താന്നു പോകുമ്പോൾ പിടിക്കാനായിട്ട് ഉയർത്തേണ്ട കരം, നമ്മുടെ കരം ഉയർത്തേണ്ടത് നമ്മുടെ കർത്താവിൻ്റെ അടുത്തേക്കാണ്. കർത്താവ് ആരെ വിട്ട് കരം പിടിക്കും എന്നുള്ളത് അത് കർത്താവിൻ്റെ തീരുമാനമാണ്. പക്ഷെ ഞാൻ കരങ്ങൾ ഉയർത്തുന്നത് കർത്താവിങ്കിലേക്കാണ്. ഹബക്കുക്ക് പ്രവാചകൻ പ്രാർത്ഥിച്ചതുപോലെ കർത്താവാണ് എൻ്റെ ബലം. സഹോദരങ്ങളെ, നെസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ മദ്യം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരടുത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ ധാരാളം സഹോദരങ്ങൾ മദ്യത്തിനും മറ്റു ലഹരിക്കൊക്കെ അടിമകളായി വരാറുണ്ട്. അവർ പരിശീലനം പൂർത്തിയാക്കി പോകുമ്പോൾ ചില സഹോദരങ്ങൾ എൻ്റെ കാല് പിടിച്ച് നന്ദി പറയാനായിട്ട് വരാറുണ്ട്. ഞാൻ ഒരിക്കലും എൻ്റെ കാല് പിടിക്കാൻ അനുവദിക്കാറില്ല. അതൊരു ആചാരമാണ്. തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയൊക്കെ ഒരു ആചാരത്തിൽ പാവങ്ങൾ
അവർ വന്ന് നമ്മളെ കാല് പിടിക്കാനായിട്ട് വരും. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് എളിമയോടെ താഴ്മയോടെ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ എൻ്റെ കാലല്ല പിടിക്കേണ്ടത്, എൻ്റെ കാലിലല്ല നിങ്ങൾ വീഴേണ്ടത്. നിങ്ങൾ വീഴേണ്ടത് ഇതാ നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച, അത് ക്രിസ്ത്യാനിയായാലും ഹിന്ദു ആയാലും മുസ്ലിമാനായാലും ആരായാലും സഹോദരങ്ങളെ, അവരുടെ അടുത്ത് എളിമയോടെ ഞാൻ പറയാറുള്ളത്, നിങ്ങൾ വീഴേണ്ടത് കർത്താവിൻ്റെ കാലുകളിലേക്കാണ്, കർത്താവിൻ്റെ കരങ്ങളിലേക്കാണ് നാം വീഴേണ്ടത്. അവന് മാത്രമേ നമ്മളെ പിടിക്കാനായിട്ടുള്ള, ചേർത്ത് പിടിച്ച് ഉയർത്താനുള്ള കഴിവുള്ളൂ. അവൻ ആരെ അയക്കുന്നു? ആരെ വേണമെങ്കിലും അവൻ അയക്കാം, എന്നെ പിടിക്കാനും ഉയർത്താനും എന്നെ രക്ഷിക്കാനും. പക്ഷെ രക്ഷിക്കുന്നവൻ ദൈവം മാത്രമാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം സഹോദരങ്ങളെ, രക്ഷിക്കുന്നവൻ ദൈവം മാത്രമാണ്. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, കർത്താവ് ഭവനം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കൊളിവ് നിഷ്ഫലമാണ്. അപ്പോൾ ആരാണ് ഭവനം കാക്കുന്നത്? കാവൽക്കാരാണോ കർത്താവാണോ? കർത്താവാണ് ഭവനം കാക്കുന്നത്. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനവും നിഷ്ഫലമാകുന്നു. അതുകൊണ്ട് പണിക്കാരാണോ കർത്താവാണോ ഭവനം പണിയുന്നത്? സഹോദരങ്ങളെ, കർത്താവാണ്. കാരണം പണിക്കാർ ഭവനം പണിയുന്നതാണ് നമ്മൾ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണുന്നത്. കാവൽക്കാർ ഭവനം കാക്കുന്നതാണ് നമ്മുടെ ഈ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, കർത്താവിൻ്റെ വചനം നമ്മളെ സങ്കീർത്തകൻ്റെ പ്രാർത്ഥനയിലൂടെ ഓർമ്മിപ്പിക്കുന്നത്, ഇവരൊക്കെ കർത്താവിൻ്റെ കരങ്ങളിലെ ഉപകരണങ്ങളാണ്. യഥാർത്ഥത്തിൽ കർത്താവാണ് ഭവനം പണിയുന്നത്, കർത്താവാണ് ഭവനം കാക്കുന്നതും. അതുകൊണ്ട് കർത്താവിലേക്ക് സഹോദരങ്ങളെ നമ്മുടെ ഹൃദയം ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കണം. പഴയ നിയമത്തിലൊരു പുസ്തകമുണ്ട്, നിങ്ങളെ പഴയ നിയമത്തിലേക്ക് ഒന്ന് കൊണ്ടുപോകട്ടെ. റൂത്ത് എന്ന് പറയുന്ന സഹോദരിയുടെ നാമത്തിലുള്ള ഒരു പുസ്തകമാണ് റൂത്തിൻ്റെ പുസ്തകം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിന് ശേഷം സാമുവേലിൻ്റെ പുസ്തകത്തിന് തൊട്ടു മുൻപായി ഒരു കൊച്ചു പുസ്തകമാണ് റൂത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന പുസ്തകം. ഈ റൂത്ത് എന്ന് പറയുന്ന സഹോദരി ഒരു മോവാബ് ദേശക്കാരിയാണ്, വിജാതിയാണ്, യഹൂദയല്ല, വിജാതിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. ദൈവം തിരഞ്ഞെടുക്കുന്ന നോക്കുക, ദൈവം രക്ഷിക്കുന്നത്, ഈ സഹോദരിയെ രക്ഷിക്കുന്നത് എങ്ങനെയാണെന്നും ഈ സഹോദരിയുടെ നാമം കർത്താവിൻ്റെ തിരുവചനത്തിൽ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നും നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ ഹൃദയം അതുപോലെ കർത്താവിലേക്ക് ഉയർത്തുമ്പോൾ കർത്താവ് അതിനെ രക്ഷിച്ച് ഉയർത്തും, ഒരു സംശയവും വേണ്ട. റൂത്തിൻ്റെ പുസ്തകത്തിൽ മോവാബ് ദേശക്കാരിയായ ഈ സഹോദരി നവോമി എന്ന് പറയുന്ന എലിമലക്ക് എന്ന് പറയുന്ന ദമ്പതികളുടെ 2 മക്കളുണ്ട്. 2 മക്കളുടെ മൂത്തവൻ്റെ ഭാര്യ ഓർഫ, രണ്ടാമത്തവൻ്റെ ഭാര്യ റൂത്ത്. സഹോദരങ്ങളെ, അവിടെ വലിയ ക്ഷാമം ഉണ്ടായി. മോവാബ് ദേശത്ത് വലിയ ക്ഷാമം, വലിയ ദാരിദ്ര്യം, വലിയ കഷ്ടപ്പാട്. ഇവർ ബെത്ലഹേമിൽ നിന്ന് കുടിയേറി പാർത്തവരാണ്. നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് കുടിയേറി പാർക്കുന്നു, കേരളത്തിൽ നിന്ന് UK-യിലേക്ക്, ഓസ്ട്രേലിയയിലേക്ക്, യൂറോപ്പിലേക്ക്, അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കുന്നു. നല്ല ഒരു സാമ്പത്തികമായ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ അങ്ങനെ പോകുന്നത്, അല്ലേ? ഇതുപോലെ ബെത്ലഹേം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, കർത്താവിൻ്റെ ജന്മസ്ഥലത്ത് നിന്ന് കുടിയേറി പാർത്തവരാണ്, മോവാബ് എന്ന് പറയുന്ന ദേശത്തേക്ക് കുടിയേറി പാർത്തവരാണ് നവോമിയും എലിമലക്കും. അവരുടെ മക്കളുടെ ഭാര്യമാരാണ് ഓർഫയും റൂത്തും. എന്നാൽ വലിയ ക്ഷാമം മോവാബ് ദേശത്തുണ്ടാവുകയാണ്. അവർക്ക് അറിയപ്പെടാത്ത ഒരു ദേശം, അവർക്ക് പരിചയമില്ലാത്ത ഒരു ദേശം. ആ ദേശത്ത് വലിയ ക്ഷാമം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ ക്ഷാമത്തിൽ എലിമലക്കും നവോമിയുടെ 2 മക്കളും ആൺമക്കളും മരിച്ചുപോയി. നവോമിയും ഓർഫയും റൂത്തും മാത്രമായി 3 പേര്, 3 സ്ത്രീകൾ. എളുപ്പമല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ തന്നെ 3 പേർക്ക് കേരളം പോലൊരു സ്ഥലത്ത് പോലും ഒറ്റയ്ക്ക് ജീവിക്കാൻ അത്രയും എളുപ്പമല്ല. ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് കാലത്ത് ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിലും ബുദ്ധിമുട്ടായിരുന്നു അന്ന് കാലഘട്ടത്തിൽ. നവോമി തൻ്റെ മരുമക്കളുടെ അടുത്ത്, മക്കളെ പോലെ സ്നേഹിച്ചിരുന്ന മരുമക്കളുടെ അടുത്ത് പറഞ്ഞു, മക്കളെ, നിങ്ങൾ പോകുവിൻ, നിങ്ങളുടെ ദേശത്തേക്ക് നിങ്ങൾ മടങ്ങിപ്പോയിക്കൊള്ളുവിൻ. ഇനി ഞാനൊരു വിവാഹം കഴിച്ച്, എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റില്ല, ഞാൻ വൃദ്ധയാണ്. ഈ ഒരു വിവാഹം കഴിച്ച് ഇന്ന് തന്നെ ഞാൻ ഗർഭിണിയാവുകയാണെങ്കിൽ തന്നെ എൻ്റെ മക്കളുണ്ടായി, ആൺമക്കളുണ്ടായി, അവർ വലുതായി, അതുവരെ, അത് യഹൂദരുടെ ഒരു കൾച്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നവോമി പറയുകയാണ്. നവോമി എന്ന് പറയുന്ന സഹോദരി പൊട്ടിക്കരയാണ്. എൻ്റെ കർത്താവിൻ്റെ കര എനിക്കെതിരെ ഉയർന്നിരിക്കുകയാണ്, കണ്ടില്ലേ, നിങ്ങൾ ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടുകൊള്ളൂ എന്ന് പറഞ്ഞ്
നവോമി റൂത്തിനെയും ഓർഫയെയും തിരികെ അയക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഓർഫ എന്ന് പറയുന്ന സഹോദരി മടങ്ങിപ്പോകുന്നു. റൂത്ത് ഈ നവോമിയുടെ കൂടെ നിൽക്കുകയാണ്. നവോമി ഒരു വേദന അനുഭവിക്കുന്ന സമയത്ത് ദൈവം നവോമിയെ സഹായിക്കാനായി ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നവോമി തന്നെ വിട്ടുകൊടുക്കുന്ന സമയം റൂത്തിനെ കൊടുക്കുകയാണ്. റൂത്ത് പറയുന്ന വാക്കുകളും നമ്മൾ ശ്രദ്ധിക്കണം. റൂത്ത് ഇങ്ങനെ പറയുന്നത്, അമ്മയെ വിട്ട് ഞാൻ ഒരിക്കലും പോവുകയില്ല. അമ്മയുടെ ചാർച്ചക്കാരായിരിക്കും എൻ്റെ ചാർച്ചക്കാർ. അമ്മയുടെ ദൈവമാണ് എൻ്റെ ദൈവം. അമ്മയുടെ ദൈവമാണ് എൻ്റെ ദൈവമെന്ന് റൂത്ത് എന്ന് പറയുന്ന സഹോദരി ദൈവത്തിനെ മഹത്വപ്പെടുത്തി ദൈവത്തിനോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിച്ച്, ഈ അമ്മയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിച്ച് പറയുകയാണ്, ഇനി മുതൽ ഈ അമ്മയുടെ ദൈവമാണ് എൻ്റെയും ദൈവം. അങ്ങനെ സഹോദരങ്ങളെ, നവോമി എന്ന് പറയുന്ന സഹോദരി അനേക വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് തിരികെ പോവുകയാണ്. നമ്മൾ അറിയാം, ഗൾഫിലേക്കോ അമേരിക്കയിലേക്കോ UK ഒരു സഹോദരൻ പോയിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഭയങ്കര സമ്പത്തോടു കൂടിയാണ് തിരിച്ചു വരിക. നാട്ടുകാരൊക്കെ അതൊക്കെ നോക്കും, സമ്പത്തോടു കൂടി അവൻ തിരിച്ചു വന്നിരിക്കുന്നു എന്നവർ പറയും. എന്നാൽ ഇവിടെ ഈ സഹോദരി നവോമി റൂത്തുമായിട്ട് മടങ്ങി വരുന്നത് ഭർത്താവ് നഷ്ടപ്പെട്ട്, 2 ആൺമക്കൾ നഷ്ടപ്പെട്ട്, യഹൂദ ഒരു ചിന്തയിൽ നിങ്ങൾ ചിന്തിച്ചാൽ അത് ഭയങ്കര വലിയ നഷ്ടമാണത്. അതൊക്കെ നഷ്ടപ്പെട്ട് അവൾ നവോമിയും റൂത്തും കൂടി ബേത്ലഹേമിൽ മടങ്ങിയെത്തുകയാണ്. ആ സമയം നാട്ടുകാരൊക്കെ നവോമിയെയും റൂത്തിനെയും നോക്കിക്കഴിഞ്ഞപ്പോൾ റൂത്തും നവോമിയും കർത്താവിനെ പ്രതി വേദനിച്ച് കർത്താവിൻ്റെ ആ പദ്ധതിയിൽ അതേസമയം വിട്ടുകൊടുത്ത് അവർ പറയുകയാണ്, ഞാൻ എല്ലാം ഉള്ളവളായി മൊവാബിലേക്ക് പോയി, ഒന്നുമില്ലാത്തവളായി ഞാൻ തിരികെ വന്നിരിക്കുന്നു. ഞാൻ എല്ലാം ഉള്ളവളായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ ഒന്നും ഇല്ലാത്തവളായിരിക്കുന്നു. സങ്കീർത്തകൻ പറഞ്ഞതുപോലെ, കർത്താവേ ഞാൻ പൂഴിയോളം താന്നിരിക്കുന്നു, കർത്താവേ എൻ്റെ ശരീരം നിലം പറ്റിയിരിക്കുന്നു. നാട്ടുകാരുടെ മുമ്പിൽ ഈ സഹോദരി എളിമപ്പെട്ട്, ഇതാ ഞാൻ നിലം പറ്റിയിരിക്കുന്നു, ഞാൻ പൂഴിയോളം താന്നിരിക്കുന്നു. ഇനി ഈ 2 സഹോദരികൾ എവിടെ ജീവിക്കും? ഞാൻ ആലോചിക്കുക, ഇവരെങ്ങനെ ജീവിക്കും? 2 സ്ത്രീകൾ, ഒരു കുടുംബം പുലർത്തണ്ടേ, ഒരു കുടുംബം, 2 സ്ത്രീകൾ വളർന്നു വരണ്ടേ, എങ്ങനെ? വലിയൊരു ചോദ്യമുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട 2 സ്ത്രീകൾ, നവോമിയും റൂത്തും. വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തെ ശപിക്കാമായിരുന്നു, അവരുടെ ജീവിതത്തെ തള്ളിക്കളയാമായിരുന്നു, ദൈവത്തെ തള്ളിക്കളയാമായിരുന്നു. എന്നാൽ നവോമിയും റൂത്തും അത് ചെയ്തില്ല. അവർ കർത്താവിൽ ആശ്രയിക്കാനായി തീരുമാനിക്കുകയാണ്. എങ്ങനെ ആശ്രയിക്കാനായിട്ട് തീരുമാനിക്കുന്നത്? കർത്താവിൻ്റെ ഒരു കൽപ്പനയുണ്ട്. അതായത് വയലിൽ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കറ്റയൊക്കെ കെട്ടി ആളുകൾ കറ്റയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ചില സംഗതികൾ അവിടെ കിടക്കും, ചില വൈക്കോലിൻ്റെ കഷ്ണങ്ങളും അതുപോലെ നെൽധാന്യങ്ങളും കതിരുകളൊക്കെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ കർത്താവിൻ്റെ ഒരു കൽപ്പനയുണ്ട്, കാലാപെറുക്കത്തിൽ നിന്ന് നിങ്ങൾ ആരും തടയരുത്. ഇതിനാണ് കാലാപെറുക്കുക എന്ന് പറയാം. ഇങ്ങനെ വഴി കൂടെയൊക്കെ പോകുമ്പോൾ ചില കതിരുകളൊക്കെ നിലത്ത് വീഴും. ആ നിലത്ത് വീഴുന്ന കതിരുകൾ നിങ്ങൾ എടുക്കണ്ട. ഇതാണ് കർത്താവിൻ്റെ ഒരു കൽപ്പന. അങ്ങനെ ആ ഒരു കൽപ്പന അനുസരിച്ചുകൊണ്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അപ്പോഴും പ്രതീക്ഷ കൈവിടാതെ, കർത്താവെ ഞങ്ങൾ പൂഴിയോളം താന്നിരിക്കാൻ പറ്റുന്നില്ല കർത്താവെ, എങ്കിലും ഞങ്ങൾ കാലാപെറുക്കി ജീവിക്കാൻ പോവുകയാണ്. അങ്ങനെ റൂത്ത് എന്ന് പറയുന്ന സഹോദരി കാലാപെറുക്കാൻ പോവുകയാണ്, ധാന്യം പെറുക്കി ജീവിക്കുകയാണ്. എത്ര ബുദ്ധിമുട്ടാണെന്ന് ആലോചിച്ച് നോക്കണം. എന്തുമാത്രം ധാന്യം കിട്ടാൻ സാധ്യതയുണ്ട്. ഇവരെ പോലെ ധാരാളം ആളുകൾ വന്ന് പറക്കില്ലേ? നമ്മുടെ ജീവിതം ചിലപ്പോൾ സഹോദരങ്ങളെ ഈ ഒരു അവസ്ഥയിൽ വരാം. മറ്റുള്ളവരിൽ നിന്ന് വീഴുന്നത് കിട്ടുന്നത് അതുകൊണ്ട് ജീവിക്കാനായിട്ട് ലാസർ ധനവാന്റെ വീട്ടുവാതിൽക്കൽ കിടന്ന് ആ മനുഷ്യൻ പ്രാർത്ഥിച്ചതും ആഗ്രഹിച്ചതാണ്, അവിടുന്ന് വീഴുന്നതെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ. അതുപോലും കിട്ടാൻ നിവൃത്തിയില്ലാതെ ആ ലാസർ എന്ന് പറഞ്ഞ സഹോദരൻ വേദനിച്ചത് ഓർമ്മ വരികയാണ്. റൂത്തും നവോമി അതുപോലെ വേദനിക്കുകയാണ്. പക്ഷെ ദൈവം അവരെ കാണുന്നു. എങ്ങനെയാണെന്നറിയാവോ? ബോവാസ് എന്ന് പറയുന്ന സഹോദരനിലൂടെ. അദ്ദേഹത്തിന് ഒരുപാട് വയലുണ്ട്, വലിയ ധനികനാണ് ബോവാസ് എന്ന് പറയുന്ന സഹോദരൻ. ആ സഹോദരൻ റൂത്തിനെ കാണുകയും റൂത്തിനെ പറ്റി കേൾക്കുകയും ചെയ്തു. എൻ്റെ അമ്മയുടെ ദൈവമാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞത്, എൻ്റെ അമ്മയെ ഞാൻ വിട്ടുപോകില്ലെന്ന് പറഞ്ഞത് ബോവാസ് എന്ന് പറയുന്ന സഹോദരൻ കേട്ടു. ബോവാസിൻ്റെ ഉള്ളിൽ ദൈവം കരുണ തോന്നിപ്പിക്കുകയാണ്. ദൈവത്തിന് പല വഴികളുണ്ട്. നേരിട്ട് വന്ന് കൈപിടിക്കണമെന്ന് നിർബന്ധമില്ല. ഏതെങ്കിലും വ്യക്തികളിലൂടെ ദൈവം നമ്മോട് കരുണ കാണിക്കാം. ഇതുപോലെ സഹോദരങ്ങളെ, ബോവാസ് എന്ന് പറയുന്ന സഹോദരനിലൂടെ ദൈവം അയക്കുകയാണ്. ദൈവം അവൻ്റെ ഉള്ളിൽ കരുണ തോന്നിപ്പിക്കുകയാണ്. ബോവാസ് എന്താ ചെയ്തെന്നറിയാവോ? അവൻ ചെയ്ത കാര്യം,
അവൻ തൻ്റെ പണിക്കാരോട് ഇങ്ങനെ പറഞ്ഞു, സഹോദരങ്ങളെ, നിങ്ങൾ കറ്റയിൽ കുറച്ച് എടുത്തിട്ട് ധാന്യം എടുത്തിട്ട് ആ വയലിൽ തന്നെ ഇടുക. അപ്പോൾ കാല പറക്കാൻ വരുന്ന നമ്മുടെ റൂത്ത് അതെടുത്ത് പോയിക്കൊള്ളും. എന്തൊരു സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ബോവാസ് ചെയ്യുന്നത്. ഇത് ആരെ ചെയ്യിപ്പിക്കുന്നത്? ബോവാസിനെ കൊണ്ട് കർത്താവ് ചെയ്യിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. അങ്ങനെ റൂത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ദൈവം കൊടുക്കുകയാണ്. നവോമിക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം. നിലം പറ്റെ താന്നുപോയി, അവർ പൂഴിയോളം താന്നുപോയി. പക്ഷെ ദൈവം അവരെ പതുക്കെ ഉയർത്തുകയാണ്. ദൈവത്തിൻ്റെ സമയത്തിൽ കാലപ്പെറുക്കാനൊക്കെ പോയി, പക്ഷെ ദൈവത്തിൻ്റെ സമയത്ത് ഉയർത്തുകയാണ്. അവസാനം ബോവാസ് എന്ന് പറയുന്ന സഹോദരൻ നവോമിയുടെ നിർദ്ദേശപ്രകാരം റൂത്തിനെ ഒരുക്കി. ബോവാസ് എന്ന് പറയുന്ന സഹോദരൻ, ഈ സഹോദരൻ ധനികനായ സഹോദരൻ, ഈ മകളെ വിവാഹം കഴിക്കുകയാണ്. അങ്ങനെ ദാവീദിൻ്റെ അപ്പച്ചനായ ജെസയുടെ അപ്പനായ ഓബെദ് എന്ന് പറയുന്ന സഹോദരൻ ജനിച്ചത് റൂത്തിൻ്റെ ഉദരത്തിൽ നിന്നാണ്. റൂത്തിൻ്റെയും ബോവാസിൻ്റെയും മകനായി ഓബദ് എന്ന് പറയുന്ന സഹോദരൻ, നമ്മുടെ കർത്താവ് ആരുടെ വംശത്തിൽ ജനിക്കണമായിരുന്നോ ആ വംശത്തിൻ്റെ വലിയ അഭിഷേകത്തോടെ റൂത്തിൽ നിന്ന് ഓബദ് എന്ന് പറയുന്ന സഹോദരൻ പൂജാതനായി. അദ്ദേഹത്തിൻ്റെ മകനാണ് ജെസെ, അദ്ദേഹത്തിൻ്റെ മകനാണ് ദാവീദിൻ്റെ വംശത്തിലാണ് ഈശോ വന്ന് പിറന്നത്. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പദ്ധതി നോക്കുക. റൂത്ത് എന്ന് പറയുന്ന സഹോദരിയുടെ ഗ്രന്ഥം ഇന്ന് ബൈബിളിലുണ്ട്. മത്തായിയുടെ സുവിശേഷം ഈശോയുടെ വംശാവലിയിൽ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ റൂത്തിൻ്റെ പേരുണ്ട്. അതിൻ്റെ കാരണം കാലപ്പെറുക്കേണ്ട അവസ്ഥയിലേക്ക് താന്നുപോയതാണ് അവളുടെ ജീവിതം. പക്ഷെ അവളെ രക്ഷിക്കാനായിട്ട് വന്നത് ഈശോ ആണ്, ദൈവമാണ്, കർത്താവാണ്. ബോവാസിലൂടെ ഞാൻ അത്ഭുതപ്പെട്ട് നോക്കുന്ന ഒരു പുസ്തകമാണ് ദാനിയേലിൻ്റെ പുസ്തകം. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ദാനിയേൽ ഒരു സിംഹക്കുഴിയിലേക്ക് തള്ളപ്പെടുന്ന ഒരു രംഗമുണ്ട്. ഏറ്റവും അവസാനത്തെ അധ്യായത്തിലാണ്. അതിന് കാരണം നെബൂഖദ്നേസർ രാജാവ് ഒരു വ്യാളിയെ ആരാധിച്ചിരുന്നു. ആ വ്യാളി ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു ജീവിയായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അതിനെ ആരാധിച്ചു. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് ഈ ദാനിയേലിനോട് പറഞ്ഞു, ദാനിയേലേ, ഇതിനെ നിനക്ക് തോൽപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഈ ജീവിയെ നീ ആരാധിക്കണം. അപ്പോൾ ദാനിയേൽ പറഞ്ഞു, ഞാൻ ഇതിനെ ആരാധിക്കില്ല, ഞാൻ ഒരു ആയുധവും കൂടാതെ ഈ വ്യാളിയെ കൊന്നു തരാം. അപ്പോഴോ രാജാവ് പറഞ്ഞു, പരിശ്രമിക്കുക. അങ്ങനെ ദൈവം കൊടുത്ത അറിവനുസരിച്ച് ദാനിയേൽ ഒരു പ്രത്യേക ഭക്ഷണ പദാർത്ഥം ഉണ്ടാക്കിയിട്ട് വ്യാളിക്ക് കൊടുത്തു. വ്യാളി അത് തിന്നു, ചത്തുപോയി. എല്ലാവർക്കും ദേഷ്യമായി ദാനിയേലിനെ. അങ്ങനെ ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിക്ഷേപിക്കുകയാണ്. രാജാവിന് അപ്പോഴും ദാനിയേലിനോട് ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ 6 ദിവസത്തോളം ഈ മനുഷ്യൻ സിംഹക്കുഴിയിൽ കിടക്കുകയാണ്. സാധാരണ സിംഹത്തിന് ഭക്ഷിക്കാനുള്ള ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുക്കാറുണ്ട്. ദാനിയേലിനിട്ടതുകൊണ്ട് ഒരു ഭക്ഷണവും കൊടുത്തില്ല. ഒരു സിംഹവും ദാനിയേലിനെ തൊട്ടില്ല. എന്നു മാത്രമല്ല, ദൈവം ഹബക്കുക്ക് എന്ന് പറയുന്ന ബാലനെ, ഹബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം നമുക്കറിയാം, ദൈവം ഈ ഹബക്കുക്കിന് ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കൊടുക്കുക. ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദൈവം രക്ഷിക്കുമെന്നുള്ള ഉറപ്പ് ഹബക്കുക്ക് പ്രവാചകന് ദൈവം കൊടുക്കുകയാണ്. എങ്ങനെയാണെന്നറിയാവോ? ദാനിയേലിനും ഹബക്കുക്ക് എന്ന് പറയുന്ന ആ ബാലൻ കൊയ്ത്തുകാർക്കുള്ള ഭക്ഷണമായി പോവുകയാണ്. ദൈവം അവനോട് പറഞ്ഞു, നീ ദാനിയേലിന് കൊണ്ട് ഈ ഭക്ഷണം കൊടുക്കണം. ദൈവത്തിൻ്റെ ശ്രദ്ധ നോക്കുക. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ കരം കൊടുത്താൽ ദൈവം അത് പിടിച്ചിരിക്കും. ദൈവമാണ് സഹോദരങ്ങളെ നമ്മളെ രക്ഷിക്കുന്നത്. പല വ്യക്തികളിലൂടെയും പല കാര്യങ്ങളിലൂടെയൊക്കെ ആയിരിക്കാം, പക്ഷേ ദൈവമാണ് നമ്മെ രക്ഷിക്കുന്നത്. അങ്ങനെ ഹബക്കുക്ക് പറഞ്ഞു, ദൈവം എനിക്ക് അറിയില്ല ദാനിയേൽ എവിടെ കിടക്കണമെന്ന്. അപ്പോൾ ഹബക്കുക്കിന് ദൈവം ദൂതനെ അയച്ച് പൊക്കിയെടുത്തിട്ട് ദാനിയേലിൻ്റെ അവിടെ കൊണ്ടു കൊടുത്തു. ദാനിയേലിനോട് ഹബക്കുക്ക് പറഞ്ഞു, ദൈവം നിന്നെ സ്നേഹിക്കുന്നു ദാനിയേലെ, ദൈവം നിനക്ക് വേണ്ടിയുള്ള ഭക്ഷണം കൊണ്ടുവന്നിരിക്കുന്നു, നീ കഴിക്കും. ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു എന്നല്ല ഹബക്കുക്ക് പറഞ്ഞത്, ദൈവം കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെ ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ദാനിയേൽ പറഞ്ഞു, എൻ്റെ ദൈവമേ, നീ എന്നെ ഓർമ്മിച്ചല്ലോ, നീ എന്നെ സ്നേഹിക്കുന്നല്ലോ, എനിക്ക് അത് മതി, നീ വേറെ ഒന്നും വേണ്ട. ഹബക്കുക്കെ, നിനക്ക് നന്ദി എന്നല്ല ദൈവം ദാനിയേലിലൂടെ ആദ്യം പറയിപ്പിച്ചത്, ദൈവമേ നിനക്ക് നന്ദി, നീ എന്നെ ഓർത്തല്ലോ എന്നാണ്. സഹോദരങ്ങളെ, ഏലിയാക്കി കാക്കകളിലൂടെ ഭക്ഷണം കൊണ്ടുകൊടുത്ത ദൈവം, നമുക്കറിയാം ചെങ്കടലിലൂടെ നമ്മുടെ ഇസ്രായേൽ ജനത്തെ വഴി നടത്തിയ ദൈവം, രക്ഷിക്കുന്നവനാണ് ദൈവം. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി വഴികാട്ടിയ ദൈവം, എല്ലാം ദൈവമാണ്. മന്ന കൊടുത്തത് ദൈവമാണ്. ഇറച്ചി ആവശ്യമായി വന്നപ്പോൾ കാടപ്പക്ഷികൾ അയച്ചത് ദൈവമാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്.
നമ്മുടെ കർത്താവാണ് നമ്മെ രക്ഷിക്കുന്നത്. നമുക്ക് എല്ലാ വഴികളും ഒരു പക്ഷേ അടഞ്ഞു പോയേക്കാം, എല്ലാ മാർഗങ്ങളും നമ്മുടെ ജീവിതത്തിൽ അടഞ്ഞു പോയേക്കാം. സാമ്പത്തികമായ മേഖലയായിരിക്കാം, രോഗത്തിൻ്റെ മേഖലയായിരിക്കാം, എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, രക്ഷിക്കുന്നവൻ കർത്താവാണ്. എല്ലാ മാർഗങ്ങൾ അടഞ്ഞു പോയാലും ഒരു മാർഗം എപ്പോഴും തുറന്നു കിടക്കുന്നുണ്ട്. കർത്താവിൻ്റെ വചനം പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ, തുറന്നു കിടക്കുന്ന വാതിൽ, നിന്നെ രക്ഷിക്കാനായി കരം പിടിച്ചിരിക്കുന്ന വാതിൽ. അത് നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല എന്ന് കർത്താവ് നമ്മെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, തീച്ചൂളയിൽ കടന്ന 3 യുവാക്കളെ രക്ഷിക്കാൻ വന്ന ദൈവം കൊച്ചു തോബിയാസിനെ വഴി നടത്തി, റപ്പായൽ മാലാഖയിലൂടെ വഴി നടത്തിയ ദൈവം ഏത് വഴിക്കാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്? ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, നാം പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ഉത്തരമരുളുന്നു. സഹോദരങ്ങൾ, നമുക്ക് രക്ഷിക്കുന്നവനായ കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്താം. ആരും നിരാശപ്പെടരുത്, ആരും തകർന്നുപോയി എന്ന് വിചാരിക്കരുത്. ശിഷ്യന്മാർ ഈശോയുടെ അടുത്ത് പറഞ്ഞു, കർത്താവ്, ഞങ്ങൾ നശിക്കാൻ പോകുന്നു. കർത്താവ് കൂടെയുള്ളപ്പോൾ നാം നശിക്കുമോ? നമ്മെ നശിപ്പിക്കാൻ കർത്താവ് കൂടെയുള്ളപ്പോൾ അവിടുന്ന് അനുവദിക്കുമോ? ഒരിക്കലും ഇല്ല. എല്ലാവരും കരുതി ഈശോ കുരിശിൽ കിടക്കുന്ന സമയം ഈശോ നശിച്ചു പോയി എന്ന്. ഈശോ കരുതിയില്ല. ബാക്കി എല്ലാവരും കരുതി ഈശോ കഴിഞ്ഞു, നീ ദൈവമാണെങ്കിൽ രക്ഷിക്കടാ, രക്ഷിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ ഇറങ്ങി വാടാ, ഈശോയെ വെല്ലുവിളിക്കുകയാണ്. പക്ഷേ ഈശോയ്ക്ക് അറിയാമായിരുന്നു പിതാവ് ഉയർത്തും. സഹോദരങ്ങളെ, എല്ലാ വഴികളും അടഞ്ഞുപോയി കുരിശുമരണത്തിൻ്റെ വക്കിൽ നമ്മൾ എത്തിയാലും കർത്താവിലാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരും. കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നവൻ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരും. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. അമ്മയുടെ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ നിലം പറ്റെ വീണിരിക്കുകയാണ്, പുഴിയോളം താന്നിരിക്കുകയാണ്. അമ്മയുടെ മാധ്യസ്ഥം വഴിയായി കർത്താവ് ഞങ്ങളെ രക്ഷിക്കുന്ന, മോചിപ്പിക്കുന്ന വലിയ അനുഭവത്തിലേക്ക് ഞങ്ങൾ വഴി നടത്തണമേ. ഞങ്ങളെ കരം പിടിച്ച് കർത്താവിൻ്റെ പക്കലേക്ക്, കർത്താവ് തരുന്ന രക്ഷയിലേക്ക് കൊണ്ടുപോകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.